ഹായ് നമസ്കാരം, ഞാൻ സിക്സർ ബാബുവാണ്. സിക്സർ ഫിഷിംഗ് അഴിക്കുക. നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത്, ഞാൻ മുൻപ് ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് ഒരു ഡിബാവോ റീലിനെ പറ്റി. അതിനെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നല്ല കുറേ വിശദമായിട്ട് നമുക്ക് അതിനെക്കുറിച്ച് പറയാം. അതിനു വേണ്ടിയാണ് ഞാനിപ്പോൾ റീലിനെ കുറിച്ച് മാത്രം പറയാൻ വേണ്ടിയാണ് നമ്മൾ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. ഇതിൻ്റെ 8000, 9000, 10000 സൈസ്, 8000, 9000, 10000 ഈ 3 സീരിയലിലാണ് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന് കാഴ്ചയിലൊരു വ്യത്യാസവും ഇല്ല. ഇത് എല്ലാം ഒരുപോലെയൊക്കെ തോന്നി. കണ്ടോ, ഇത് കണ്ടോ. പിന്നെ ഇതിൻ്റെ വ്യത്യാസം, മെയിനായിട്ടുള്ള വ്യത്യാസം, ബോഡി വെയ്റ്റിലോ മറ്റുള്ള ഒരു കാരണത്തിലോ ഇതിന് വ്യത്യാസങ്ങളൊന്നുമില്ല. പിന്നെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ 10,000 വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഡീപ്പ് സ്പൂളായിരിക്കും കുറച്ചും കൂടെ. 9000 അത്രയും സ്പൂള് ലൈൻ കപ്പ് കാണത്തില്ല. 8 കുറച്ചും കൂടെ കുറവായിരിക്കും, ഡീപ്പ് കുറവായിരിക്കും. 10 കുറച്ചും കൂടി ഡീപ്പായിരിക്കും. എല്ലാ സ്പൂളും ഇതിനകത്ത് ചേഞ്ച് ചെയ്ത് ഉപയോഗിക്കാം വേണമെന്നുണ്ടെങ്കിൽ. എന്നുവെച്ചാൽ സ്പൂൾ അളവെല്ലാം കറക്റ്റ് ആയിരിക്കും. വ്യത്യാസം ഡെപ്തിനകത്തുണ്ടാകുന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ മെറ്റാലിക് ഹാൻഡിലാണ്, ഫുൾ സോളിഡ് മെറ്റാലിക് ഹാൻഡിലാണ്. അലുമിനിയം സോളിഡാണ് ഇതിൻ്റെ മെറ്റൽ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ റീൽ സീറ്റ് എന്ന് പറയുന്നത് ഒരു പ്ലേറ്റ് കയറ്റി ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. പ്ലേറ്റ് ചെയ്തിരിക്കുന്നത്, പ്ലേറ്റ് മീൻസ് ഒരു ഇരുമ്പ് പാളി കയറ്റി വെച്ചാണ്. ഇത് മൊത്തം ബോഡി മെറ്റലിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഡ്രാഗ് നോയ്സ് എന്ന് പറയുന്നത് നല്ല, കാരണം എന്ന് വെച്ചാൽ ഈ തെരണ്ടി അതുപോലെ കട്ടള വലിയ ഹെവി മീനെ പിടിക്കുന്നതിന് വേണ്ടിയാണ്. 15 ബോൾ ബെയറിംഗ് ഉണ്ട്. ഇതിൻ്റെ സെൻറ്റർ ഷാഫ്റ്റിലൊരു 4-5 എണ്ണം ഉണ്ട്. അതിൻ്റെ ഈ ഇതിൻ്റെ ലൈൻ റണ്ണറിലുണ്ട്. അങ്ങനെ എവിടെയൊക്കെ ഈ ഡ്രാഗിനകത്തുണ്ട് എവിടെയൊക്കെ ഒരു ബെയറിംഗ് കൊടുക്കാൻ പറ്റും അവിടെ എല്ലാം ബെയറിംഗ് ചെയ്തിട്ടുണ്ട്. അതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത. നല്ല സ്മൂത്ത് എന്ന് പറഞ്ഞാൽ നല്ല സ്മൂത്താണ്. പിന്നെ ഒരു സർഫ് കാസ്റ്റിംഗ് റീലാണ്. ഈ റീലെന്ന് പറയുന്നത് ഒരു സർഫ് കാസ്റ്റിംഗ് റീലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡെപ്ത് കുറഞ്ഞിട്ട് മാക്സിമം ലെങ്തിലേക്ക് എറിയാൻ വരുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സ്പൂൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് നല്ലോണം ലൈൻ മാക്സിമം പുറത്തേക്ക് പോകുന്ന ഒരു ഷേപ്പിലാണ് ഇതിൻ്റെ സ്പൂൾ ചെയ്തിരിക്കുന്നത്. അതാണ് സർഫ് കാസ്റ്റിംഗ് റീലിൻ്റെ ഒരു മെയിനായിട്ടുള്ള പ്രത്യേകത. പിന്നെ എന്ന് പറഞ്ഞാൽ ഹാൻഡിൽ നല്ല വൈഡായിരിക്കും. കുറച്ചും കൂടെ നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നല്ല പവർ കൊടുക്കാം. പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത ഞാൻ പറഞ്ഞിരുന്നു, ഇതിങ്ങനെ നമ്മൾ എത്ര വലിച്ചാലും നല്ല രീതിയിൽ ഡ്രാഗ് ചെയ്താലും ഇതിന് സെൻട്രൽ ഷാഫ്റ്റിന് ഒരു കേടും വരത്തില്ല. വെറും ചീപ്പ് പ്രൈസിൽ, മീൻസ് 2000 രൂപയ്ക്ക് ഇതുപോലൊരു റീല് നമുക്ക് സ്വപ്നത്തിൽ പോലും കിട്ടത്തില്ല. അത്രയ്ക്കും ഇതിൻ്റെ പ്രൈസാണ് ഏറ്റവും അട്രാക്ഷൻ എന്ന് പറയുന്നത്. വെറും 2000, 2200, 2300. 8000 എന്ന് പറയുന്ന സൈസിന് 2000 രൂപ. 9000 സീരീസിന് ഇതാണ് 9000 സീരീസ്, 2,200. പിന്നെ 10,000 സീരീസിന് 2,300. സെൻഡിങ് ചാർജ് 50 രൂപയാണ് നമ്മൾ ചെയ്യുന്നത്. ഇന്ത്യയിൽ എവിടെയും നമുക്ക് ചെയ്യാൻ പറ്റും. കേരളത്തിലാണെന്നുണ്ടെങ്കിൽ 50 രൂപ. ഔട്ട് ഓഫ് സ്റ്റേറ്റ് പറയുമ്പോൾ 100 രൂപയൊക്കെ ചാർജ് ആകും. അത് ലെങ്ത് അനുസരിച്ച് നമ്മുടെ സൈസ് ഏത് സ്റ്റേറ്റാണോ അതിനനുസരിച്ച് വരും. മാക്സിമം 100-150 അത്രയൊക്കെ വരത്തുള്ളൂ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു രീതി. പിന്നെ സെൻട്രൽ ഷാഫ്റ്റ്, ഞാൻ പറയാനുള്ളത് പോലെ സെൻട്രൽ ഷാഫ്റ്റാണ് റീലിൻ്റെ ഏറ്റവും സ്ട്രോങ് നമ്മൾ നോക്കണം. ഇത് കണ്ടോ, ഇതിൻ്റെ ഈ സെൻട്രൽ ഷാഫ്റ്റ് എന്ന് പറയുന്നത് ഈ കമ്പി എന്ന് പറഞ്ഞാൽ വളരെ തിക്കായിട്ടുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള സെൻട്രൽ ഷാഫ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിന് വേറൊരു അഡ്വാൻസും കൂടെ. നമുക്കിതിൻ്റെ ബെയറിങ്, ഇനി ഇതിൻ്റെ ബെയറിങ്ങിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നാൽ നമുക്ക് ബെയറിങ് അവൈലബിൾ ആണ്. ഏത് തരം ബെയറിങ്, ഇതിൻ്റെ മാത്രമൊന്നുമല്ല, ഷിമാനോ, ഡൈവോ അങ്ങനെയുള്ള എല്ലാത്തരം റീലിൻ്റെയും ബെയറിങ് നമുക്ക് അവൈലബിൾ ആണ്. അതിൻ്റെ ഒരു പ്രത്യേകിച്ച് ഞാൻ വീഡിയോ എടുക്കാം. എന്നാലിപ്പോൾ ഇത് നല്ലോണം പറയുന്നുണ്ട്, ഞാൻ ബെയറിങ് കൂടെ കാണും. ഏത് നമ്മുടെ മാർക്കറ്റിൽ കൊടുക്കുന്ന ഏത് തരം റീലിൻ്റെയും ബെയറിങ് നമുക്ക് അവൈലബിൾ ആണ്. പ്രത്യേകിച്ച് ഷിമാനോ, ഡൈവ, അതിൻ്റെ വീഡിയോ ഞാൻ പ്രത്യേകം ഇടാം. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഷിമാനോ, ഡൈവ ഇതിനുമൊക്കെ ഉണ്ട്. ഇതിൻ്റെ ബെയറിങ് കംപ്ലയിൻ്റ് ആകുന്ന ഒന്നിനും എടുത്ത് ഉപയോഗിക്കാതെ കളയണ്ട. അപ്പോൾ നമുക്ക് ബെയറിങ് ഒക്കെ തരാൻ പറ്റും. അപ്പോൾ എന്നെ വിളിക്കുക. പിന്നെ ഇത് തിരണ്ടി പിടിക്കാൻ ഏറ്റവും ബെസ്റ്റ് ഇപ്പോൾ അതിൻ്റെ സീസൺ. അതുകൊണ്ടാണ് ഞാൻ ഈ ആവശ്യത്തിന് നമുക്ക് ഇത് ഇറക്കിയിട്ടുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ പോകുന്ന റീലുകളിലൊന്നാണ് ഇത്തരം ഹെവി റീലുകൾ. നമുക്ക് സ്റ്റോക്ക് ആവശ്യത്തിന് ഓണമായിട്ടൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്നെ വിളിക്കേണ്ട നമ്പർ 9496262571. അത് തന്നെ എൻ്റെ ഗൂഗിൾ പേ നമ്പർ, അത് തന്നെ എൻ്റെ വാട്സപ്പ് നമ്പർ. അപ്പോൾ നേരെ നിങ്ങൾ എൻ്റെ നമ്പർ സേവ് ചെയ്തതിന് ശേഷം വാട്സപ്പിനകത്ത് മെസ്സേജ് ഇടുക, ചേട്ടാ എനിക്കിത് വേണം, അല്ലെ ബാബു ഇതെനിക്ക് വേണം എന്നും പറഞ്ഞൊരു മെസ്സേജ് ഇട്ടാൽ മതി. നമുക്കത് ബാക്കി വാട്സപ്പിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. പിന്നെ പിക്ചർ ഇനി കാണേണ്ട കാര്യമില്ലല്ലോ. ചിലർ പറയും ഇനി ഒരു പിക്ചർ ഇടും, അത് പിക്ചർ കാണുന്ന രീതിയിൽ തന്നെ അത് അത്ര വിശദമായിട്ട് പിക്ചറിട്ട് തരും. ഞാൻ എപ്പോഴും ഇട്ട് തരാം, അത് കുഴപ്പമൊന്നുമില്ല. അത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണിച്ചു കൊടുക്കും. വേറെ ഇനി ഒരു മിസ്റ്റേക്ക് വരാത്ത രീതിയിൽ. പിന്നെ ലൈൻ കപ്പാസിറ്റി അതും കൂടെ പറയാം. ഇച്ചിരി ലെങ്കിൽ തന്നെ പറയാം.
ലൈൻ കപ്പാസിറ്റി ഇതിനകത്ത് പറയുന്നതൊന്നുമല്ല ഇതിൻ്റെ യഥാർത്ഥത്തിൽ. അത് ഞാൻ അനുഭവിക്കുന്ന ഓരോ കാര്യങ്ങൾ പറയുന്നത് നമ്മൾ ബൈ പ്രാക്ടിക്സ് ആണ് പറയുന്നത്, അല്ലാതെ ചുമ്മാതെ ഈ പത്രത്തിൽ കണ്ട് വായിക്കുന്ന കഥകളൊന്നുമല്ല. ഞാൻ അങ്ങനെ ഒരു സാധനവും ഞാൻ പറയാറില്ല. എൻ്റെ ബൈ എക്സ്പീരിയൻസ് ആണ് ഞാൻ എന്തും പറയുന്നത്. ഇതിനകത്ത് ഇപ്പോൾ അവർ 60 mm ലൈൻ 280 മീറ്റർ എന്നൊക്കെ ഒരിക്കലും പോകത്തില്ല കേട്ടോ. 60 mm ലൈൻ ചലഞ്ച് ചെയ്യാം, നമുക്ക് പോകത്തില്ല ഒരിക്കലും. ഇതൊരു 32 mm 300 മീറ്റർ കറക്റ്റായിട്ട് പോകുന്നുണ്ട്. ഞാൻ നിറച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഒരു 35 mm 300 മീറ്റർ പെർഫെക്റ്റായിട്ട് 300 മീറ്ററും പോകുന്നുണ്ട്. അല്ല 60 mm 300 മീറ്ററിന് ഒരിക്കലും പോകത്തില്ല. അത് ചുമ്മാതെ എഴുതി വയ്ക്കുന്നതാണ്. അതൊക്കെ അങ്ങനെ ഏത് റീലിൻ്റെ ആയാലും ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന റേഷ്യോ, പിന്നെ റേഷ്യോ എന്ന് പറയുന്നത് 4.1 റേഷ്യോ ആണ് ഇതിൻ്റെ സ്പീഡ് റേഷ്യോ. പിന്നെ ഒരു സർക്കാസ്റ്റിംഗ് റീലിൻ്റെയോ അല്ലെങ്കിൽ ഇതുപോലെ തെരണ്ടി പിടിക്കാൻ ഉപയോഗിക്കുന്ന റീലിൻ്റെയോ എന്താ പറയുന്നത് റേഷ്യോയ്ക്കകത്തൊന്നും കാര്യമില്ല. നമ്മൾ മാക്സിമം കാസ്റ്റ് ചെയ്ത് അവിടെ വെക്കുക, സൈഡ് വെക്കുക, മീൻ പിടിക്കുമ്പോൾ ചുറ്റി എടുക്കുക, അതേ ഉള്ളൂ. അതിനകത്ത് റേഷ്യോയ്ക്കകത്തൊന്നും ഒരു കാര്യമില്ല. റേഷ്യോ ചെക്ക് ചെയ്യേണ്ടതെന്ന് പറയുന്ന റീലുകളെന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുന്നത് ലൈവായിട്ട് നമ്മൾ ലൂറടിക്കുന്ന റീലുകൾക്ക് റേഷ്യോ നല്ലതായിരിക്കും മനസ്സിലാക്കുക. നമുക്ക് കാസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ മറ്റേ സ്പീഡ് റണ്ണിങ്ങും എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കുറച്ച് റേഷ്യോ ഒക്കെ ഗിയറിൻ്റെ സ്പീഡ് കൂട്ടാനും സ്മൂത്ത് ആകും. അതേ ഉള്ളൂ റേഷ്യോയ്ക്ക്. അല്ലാതെ ബെറ്റർ ലൈറ്റ് പോലുള്ള റീലുകളുടെ റേഷ്യോ ഒന്നും കൂട്ടണ്ട. എന്നാലും ഇതിന് റേഷ്യോ ഉണ്ട് 4.1 റേഷ്യോ സ്പീഡ് റേഷ്യോ. പിന്നെ ലൈൻ കപ്പാസിറ്റിയൊക്കെ പറയുന്നത് എഴുതി വെച്ചിരിക്കുന്നതൊന്നും കറക്റ്റ് അല്ല. ഒരു 32 mm ലൈൻ 300 അല്ലെങ്കിൽ 35 വരെ എണ്ണിനകത്ത് ഒരു 300 മീറ്റർ നമുക്ക് നിറയ്ക്കാൻ പറ്റും. ബാക്കിയുള്ളതിനകത്തൊക്കെ കുറേശ്ശെ വ്യത്യാസം വരും. അപ്പോൾ അതാണ്. അപ്പോൾ ഒരു 32 mm ലൈൻ 8000 സീരീസിനകത്ത് 200 മീറ്ററേ കയറത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ യഥാർത്ഥത്തിൽ പറയാനുള്ളത്. പിന്നെ ഇത് 100% അലുമിനിയം, മനസ്സിലായില്ലേ? എൻ്റെ 100% അലുമിനിയം പക്ക സ്പൂളാണ്. നല്ല സ്മൂത്ത് കാസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ സ്പൂള് അലുമിനിയം ആയതുകൊണ്ട് കാസ്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല, സ്ട്രോങ് ആണ്, അതാണ്. അല്ല അളുങ്കോ മറ്റുള്ള മെറ്റീരിയലൊന്നും. അതുകൊണ്ട് ആണ് ഞാനത് പറയുന്നത്. പിന്നെ അതിൻ്റെ റീലിനെ പറ്റി ഹാൻഡിലിനെ പറ്റിയൊക്കെ പറയും, എല്ലാം പക്കാ സാധനമാണ്. പിന്നെ ഇതിൻ്റെയൊക്കെ കുറേ പാർട്സുകളൊക്കെ നമുക്കുണ്ട്, നമുക്കത് ചെയ്തു തരാൻ പറ്റും. എൻ്റെ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. മാക്സിമം ഷെയർ ചെയ്യാൻ മടിക്കണ്ട, അതാണ് നമുക്ക് വേണ്ടത്. അല്ല ഇതൊരു യൂട്യൂബ് ചാനലാണെങ്കിൽ ഇത് വെച്ച് നമ്മൾ പണം സമ്പാദിക്കുന്ന ഒരു ചാനലൊന്നുമല്ല. ഞാനൊന്നും ചെയ്തിട്ടില്ല ഇതിനകത്ത്. ചുമ്മാ നിങ്ങൾക്ക് ഇതൊക്കെ പറഞ്ഞു തരുന്നതേ ഉള്ളൂ. സത്യസന്ധമായിട്ട് നമുക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അല്ലാതെ ബിസിനസ് ചാനലല്ല. നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നു, അതിനെക്കുറിച്ചുള്ള അറിവുകൾ പറഞ്ഞു തരുന്നു. അതാണ് ഈ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക. പിന്നെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഇത്രയേ ഉള്ളൂ. വിളിക്കേണ്ട നമ്പർ 9496262571. അപ്പോൾ ഓണം ഓഫറുകൾ ഇനിയും വരുന്നുണ്ട്, ഒരുപാട് 3000-ൻ്റെ ഒരു ഓണം ഓഫറുണ്ട്. അത് നല്ല രീതിയിൽ പോകുന്നുണ്ട്. റോഡ് ബാഗ് സഹിതം നമ്മൾ വിൽക്കുന്നുണ്ട്, ഫുൾ പാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലുകൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആഴ്ച 1-2 വീഡിയോ വരും. അപ്പോൾ അത് കാണുക. അപ്പോൾ എല്ലാവർക്കും നല്ല ഫിഷിംഗ് ആശംസകൾ നേരുന്നു, ഫിഷിംഗ് ആശംസകൾ. അപ്പോൾ ഫിഷിംഗ് എൻജോയ് ചെയ്യാൻ വേണ്ടി ആദ്യം ഫിഷിങ്ങിന് വേണ്ടി ആശംസകൾ. അപ്പോൾ എല്ലാവരും നല്ലതായിട്ട് ഫിഷിംഗ് ചെയ്യുക. താങ്ക് യു, ബൈ.